എല്ലാ മനുഷ്യരും തുല്യരാകുന്ന കള്ളവും ചതിയുമില്ലാത്ത നല്ല നാളുകൾ എന്ന സങ്കല്പം മുൻനിർത്തിയാണ് മലയാളികൾ എല്ലാ വർഷവും ഓണം ആഘോഷിക്കുന്നത്. അതിന് കരുത്തു പകരുന്ന ഒരു ചടങ്ങാണ് പൊടിപ്പാറ എന്ന ഗ്രാമത്തിലെ പൂരാടം കൊടുപ്പ് എന്ന് കൂടി പറയപ്പെടുന്ന പൊടിപ്പറപ്പൂരം എന്ന ചടങ്ങ്. ഉള്ളവൻ തന്റെ വിഭവങ്ങൾ ഇല്ലാത്തവനു കൂടി പങ്കിട്ട് നൽകുന്നതാണ് ചടങ്ങെന്നാണ് പൂരാടം കൊടുപ്പ്. പത്തനംതിട്ട ഇരവിപേരൂരിലെ പച്ചക്കുളമില്ലത്താണ് പൂരാടം കൊടുപ്പ് എന്ന ചടങ്ങ് ആരംഭിച്ചത്. പിൽക്കാലത്ത് പൊടിപ്പറപ്പൂരം എന്ന പേരിൽ പ്രദേശവാസികൾ ഏറ്റെടുത്തു. ഉള്ളവൻ തന്റെ വിഭവങ്ങൾ ഇല്ലാത്തവന് കൂടി പങ്കിട്ട് നൽകുന്ന ചടങ്ങാണ് പൂരാടം കൊടുപ്പ്. പൂരാടം നാളിൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ പൊടിപ്പാറ ജംഗ്ഷനിൽ എത്തിച്ചേരും. തുടർന്ന് ഇവിടെ ഭഗവാനെ സങ്കല്പിച്ച് നിറപറയും നിലവിളക്കും സ്ഥാപിച്ച ശേഷം ഓണവിഭവങ്ങളും മധുരപലഹാരങ്ങളും ഓണക്കിറ്റുകളുമെല്ലാം വിതരണം ചെയ്യും. വിഭവങ്ങൾ വിതരണം ചെയ്യാനും സ്വീകരിക്കാനും വിവിധ സംഘടനകളും വ്യക്തികളുമെല്ലാം പൊടിപ്പറയിലെത്തും. ചിലർ തങ്ങളുടെ വിഭവങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പകുത്തു നൽകുകയും മറ്റുള്ളവരിൽ നിന്ന് വിഭവങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. പൊടിപ്പറപ്പൂരത്തിൽ പങ്കെടുത്ത് വിഭവങ്ങൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ ശിവപാർവതിമാരുടെ അനുഗ്രഹം ലഭിക്കുമെന്നും വിശ്വാസമുണ്ട്. ഈ വർഷത്തെ പൊടിപ്പറപ്പൂരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ജില്ലാ പഞ്ചായത്ത് അംഗം നീതു മാമൻ കൊണ്ടൂർ നിർവഹിച്ചു. ഉള്ളവൻ ഇല്ലാത്തവന് പങ്കുവെക്കുന്ന ഒരു സന്ദേശമാണ്. ആ സന്ദേശം അക്ഷരാർത്ഥത്തിൽ ഞങ്ങളുടെ കരയിൽ ഇന്നാണ് നടക്കുന്നത്. അനേകം ആളുകളിൽ ഇവിടേക്ക് കടന്നു വരികയും അനേകം ആളുകൾ നേർച്ചയായി ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. പല ആളുകളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പൂരാടം കൊടുപ്പ് ഉത്സവത്തിന്റെ ഐതിഹ്യം പൂച്ചക്കുളമില്ലവുമായി ബന്ധപ്പെട്ടതാണെന്ന് പ്രസാദ് നമ്പൂതിരി പറഞ്ഞു. പണ്ട് കാലത്ത് ശിവനും പാർവതിയും ഇവിടെ വേഷപ്രശ്നമായിട്ട് വന്നപ്പോൾ ഈ ഇല്ലത്ത് ഒരു അന്തർജനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അന്തർജനം ഒരു ഭിക്ഷ ചോദിച്ചപ്പോൾ വെട്ടുകത്തി എടുത്തു കൊടുത്ത് ആ തെങ്ങിന് കരിക്കിട്ട് കുടിച്ചോളാൻ പറഞ്ഞു. തെങ്ങ് ചാഞ്ഞു വരികയും അതിന് കരിക്കിട്ട് കുടിക്കുകയും ചെയ്തു. വന്ന ഭിക്ഷക്കാർ നല്ല ഭിക്ഷക്കാരല്ല എന്ന് തോന്നിയുകൊണ്ട് കരക്കാരെ വിളിച്ച് പറയുകയും അവർ കരക്കാരൻ അന്വേഷിച്ചപ്പോൾ അത് അമ്പലത്തിൻ്റെ അവിടെ വരെ പൂവപ്പുഴ അമ്പലത്തിൻ്റെ അവിടെ വരെ കരിക്ക് എത്തിക്കൊണ്ട് പോവുകയും ചെയ്ത് ആ സ്ഥലം അല്ല ഇവിടുത്തെയാണെന്നും കരക്കാരൻ അന്വേഷിച്ചപ്പോൾ ശിവനും പാർവതിയാണെന്ന് പറയുകയും ചെയ്തു. ദൈവിക ശക്തികളുടെ കാരണം ഇന്നും ആ ഒരു ഒന്നാം വാർഡിൽ മൊത്തം ഇത് നടക്കുന്നു. പല പല അസുഖങ്ങൾക്കും വഴിപാടായിട്ടുള്ള നെല്ലും തേങ്ങായോ കൊടുക്കുന്നുണ്ട്. ഓരോ വർഷവും പൂരാടം കൊടുപ്പ് ചടങ്ങിൽ ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായി സംഘാടകർ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.